എല്ലാവർക്കും ലേണേഴ്സ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫിസിക്സിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചാപ്റ്റർ വർക്ക്, എനർജി, പവർ. പ്രവൃത്തി, ഊർജം, പവർ. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിൽ നമ്മൾ 3 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ വർക്ക്, പ്രവൃത്തി എന്താണെന്ന്. രണ്ടാമത്തെ ഊർജം, എനർജി. മൂന്നാമത്താണ് പവർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്ത പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത വർക്കുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഫിസിക്സിലേക്ക് വരുന്ന സമയത്ത് പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് എന്ന് പറയാൻ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത സന്ദർഭങ്ങൾ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, പ്രവൃത്തി എന്ന് പറയുള്ളൂ, വർക്ക് ചെയ്തു എന്ന് പറയുള്ളൂ. ഓക്കെ, ഫിസിക്സിൽ പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ, വർക്ക് ഈസ് ഡൺ എന്ന് പറയാൻ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, സിറ്റുവേഷനിൽ മാത്രമാണ് വർക്ക്, പ്രവൃത്തി എന്ന് പറയുള്ളൂ. നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണ്. ആ എക്സാമ്പിൾസിലൂടെ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം, വർക്ക്, പ്രവൃത്തി എന്താണെന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തെ, ഒരാൾ ഒരു ചുമര് തള്ളുകയാണ്. എ മാൻ പുഷിങ് എ വാൾ. ഒരാൾ ചുമര് തള്ളുന്നുണ്ട്, വാള് പുഷ് ചെയ്യുകയാണ്. ഓക്കെ, രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് ഒരാൾ ഒരു ബുക്ക് മുകളിലേക്ക് ഉയർത്തുകയാണ്. എ ബുക്ക് ഈസ് ലിഫ്റ്റ് അപ്വേർഡ്. ഒരാൾ ബുക്ക് മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്. രണ്ടാമത്തെ സന്ദർഭം സിറ്റുവേഷൻ പറഞ്ഞു. മൂന്നാമത്തെ, ഒരാൾ ഒരു കാറ് തള്ളുകയാണ്. പുഷിങ് എ കാർ. ഒരു കാറ് തള്ളുകയാണ്. നാലാമത്തെ ആൾ ചെയ്യുന്നത് ഒരു സാധനം കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, എ ഓബ്ജക്റ്റ് കെപ്റ്റ് ഇൻ ഹിസ് ഹാൻഡ്. ഒരു സാധനം കയ്യിൽ പിടിച്ചെന്താണ്, നിൽക്കുന്നുണ്ട്. അപ്പം ഇതാണ് 4 സിറ്റുവേഷൻ. ഫസ്റ്റത്തെ ആൾ ചെയ്യുന്നത്, ഒന്നാമത്തെ ആൾ ചെയ്യുന്നത് ഓക്കെ, ഒന്നാമത്തെ ആൾ ചെയ്യുന്നത് ചുമരെന്താണ്, തള്ളുകയാണ്. പുഷിങ് എ വാൾ. ചുമര് തള്ളുന്നു. രണ്ടാമത്തെ ആൾ ചെയ്യുന്നത് ഒരു ബുക്ക് മുകളിലേക്ക് ഉയർത്തുന്നു. ലിഫ്റ്റിംഗ് എ ബുക്ക്. മൂന്നാമത്തെ ആൾ ചെയ്യുന്നത് കാറ് തള്ളുകയാണ്. പുഷിങ് എ കാർ. നാലാമത്തെ ആൾ ചെയ്യുന്നത് ഒരു ബുക്ക് കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഓരോ സിറ്റുവേഷനും സന്ദർഭങ്ങളും നമുക്ക് എന്താണ് അനലൈസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ആൾ ചെയ്യുന്നത് ഒരു ചുമര് തള്ളുക, പുഷിങ് എ വാൾ. അപ്പോൾ ആ ചുമര് തള്ളുന്ന സമയത്ത്, പുഷ് ചെയ്യുന്ന സമയത്ത് അയാൾ അവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ചുമരിൽ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെ പറയാം, ഒന്നാമത്തെ ആള് അവിടെ എന്താ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ചുമരിൽ വാളിൽ എന്താണ്, ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ചുമരിനവിടെ എന്തുണ്ടാവുന്നില്ല, സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നില്ല. നമ്മൾ എത്ര ബലം കൊടുത്താലും ആ ചുമരിനവിടെ ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരമില്ല. ഇങ്ങനെ എഴുതാം. ഒന്നാം സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചുമര് തള്ളുന്നു, പുഷിങ് എ വാൾ. ചുമര് തള്ളുന്ന സമയത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ബലം പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്തില്ല, സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ഓക്കെ, ഒന്നാമത്തെ ആളെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ ആളെ നമുക്കൊന്ന് പരിശോധിക്കാം. രണ്ടാമത്തെ ആൾ ചെയ്യുന്നത് ഒരു ബുക്ക് മുകളിലോട്ട് ഉയർത്തുകയാണ്. ലിഫ്റ്റിംഗ് എ ബുക്ക്. ഇപ്പോൾ ബുക്ക് മുകളിലേക്ക് ഉയർത്താൻ വേണ്ടി അയാൾ എന്ത് കൊടുക്കേണ്ടി വരും, ഒരു ഫോഴ്സ് കൊടുക്കേണ്ടി വരും. കാരണം ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, താഴോട്ട് ഗുരുത്വാകർഷണ ബലം ഉണ്ട്. അപ്പോൾ അതിന് എതിരായിട്ട്, എഗെയിൻസ്റ്റ് ആയിട്ട് മുകളിലേക്ക് എന്ത് പ്രയോഗിക്കേണ്ടി വരും, ഒരു ബലം പ്രയോഗിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അയാൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ആൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. എങ്ങോട്ടാണ്, അപ്വേർഡ് ഡയറക്ഷനിൽ, മുകളിലോട്ട് ഒരു ബലം പ്രയോഗിക്കുകയാണ്. മുകളിലേക്ക് ബലം പ്രയോഗിക്കുന്ന സമയത്ത് ആ ബുക്കിന് സ്ഥാനാന്തരം ഉണ്ടാകുന്നുണ്ട്, മുകളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ടാം സിറ്റുവേഷനിൽ ബലം പ്രയോഗിക്കുന്നുണ്ട്. ബലം പ്രയോഗിക്കുന്ന സമയത്ത് ആ വസ്തുവിന് അവിടെ എന്തും ഉണ്ടാവുന്നുണ്ട്, സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റും ഉണ്ടാവുന്നുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞു. ഇനി മൂന്നാമത്തെ, പുഷിങ് എ കാർ. ഒരാൾ കാറ് തള്ളുന്നു. അപ്പോൾ കാറ് പുഷ് ചെയ്യാൻ വേണ്ടി, തള്ളാൻ വേണ്ടി അയാൾ എന്ത് കൊടുക്കണം, ബലം, ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ദെൻ ആ കാറിന് പുറമേ നിന്ന് ഒരു ബലം പ്രയോഗിക്കുമ്പോൾ, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സ്ഥാനാന്തരം ഉണ്ടായി, ഡിസ്പ്ലേസ്മെന്റ്. ഇനി നാലാമത്തെ, ഒരാൾ ഒരു പുസ്തകം കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. എ ബുക്ക് ഈസ് കെപ്റ്റ് ഓൺ ഹിസ് ഹാൻഡ്. അപ്പോൾ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന സമയത്ത് അയാൾ എന്തായാലും ബലം പ്രയോഗിക്കണം. കാരണം താഴോട്ട്
ഗുരുത്വാകർഷണ ബലം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് അതിന് തുല്യമായിട്ടുള്ള ഒരു ബലം എന്താണ് മുകളിലേക്ക് പ്രയോഗിക്കണം. അപ്പോൾ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോഴ്സ് അപ്ലൈ ചെയ്തു. പക്ഷെ ആ ബുക്ക് സ്ഥാനാന്തരമൊന്നുമില്ല, കയ്യിൽ പിടിച്ച് നിൽക്കുന്നേ ഉള്ളൂ. അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ഓക്കെ, ഇപ്പോൾ 4 സിറ്റുവേഷൻസും നമ്മൾ എന്ത് ചെയ്തു, അനലൈസ് ചെയ്തു. നോക്കൂ, ഈ 4 സിറ്റുവേഷനിലും നമ്മൾ എന്ത് പ്രയോഗിക്കുന്നുണ്ട്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, വസ്തുവിൻ്റെ മുകളിൽ ബലം പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ സിറ്റുവേഷനിലും ബലം പ്രയോഗിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നില്ല, ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം ഉണ്ടാവുന്നില്ല. ഓക്കെ, ഒന്നാമത്തിൽ ബലം പ്രയോഗിച്ചു, സ്ഥാനാന്തരം ഇല്ല. രണ്ടാമത്തിലും മൂന്നാമത്തിലും ബലം പ്രയോഗിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. നാലാമത്തിൽ ബലം പ്രയോഗിച്ചു, സ്ഥാനാന്തരം ഇല്ല, 0 ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് പറയാം, ഈ 4 സിറ്റുവേഷനിൽ എല്ലാ സന്ദർഭങ്ങളിലും പ്രവൃത്തി വർക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പ്രവൃത്തിക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ ഇതാണ്: ഒരു വസ്തുവിൻ്റെ മുകളിൽ ബലം പ്രയോഗിക്കുന്ന സമയത്ത് ബലത്തിൻ്റെ ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു വസ്തുവിൻ്റെ മുകളിൽ ബലം പ്രയോഗിക്കണം, ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, വർക്ക്, പ്രവൃത്തി എന്ന് പറയാം. ഓക്കെ, ദ വർക്ക് ഈസ് ഡൺ ബൈ ദ ഫോഴ്സ്, ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈഡ്. ഒരു വസ്തുവിൻ്റെ മുകളിൽ ബലം പ്രയോഗിക്കുന്ന സമയത്ത് ആ ബലത്തിൻ്റെ ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാവുകയാണെങ്കിൽ, ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് വർക്ക് എന്ന് പറയാം. അവിടെ വർക്ക് ചെയ്തു, പ്രവൃത്തി ചെയ്തു എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വസ്തു എടുക്കുന്നുണ്ട്. ഈ വസ്തുവിൻ്റെ മുകളിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്, ഒരു ബാഹ്യബലം, എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ വസ്തുവിന് സ്ഥാനാന്തരം, ചലനം, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ എന്തിൻ്റെ ദിശയിൽ, നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ഏത് ദിശയിലാണോ ബലം പ്രയോഗിക്കുന്നത്, ആ ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേര് പ്രവൃത്തി, വർക്ക് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്രവൃത്തി ചെയ്തു, വർക്ക് ഈസ് ഡൺ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 4 സിറ്റുവേഷനിൽ ഏതിലേക്കാണ് പ്രവൃത്തി, വർക്ക് ചെയ്തതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുക? ഒന്നാമത് നോക്കാം, ചുമര് തള്ളുന്നു. ചുമര് തള്ളുന്ന സമയത്ത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഫോഴ്സ് ഉണ്ട്, ബലം പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്തില്ല, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, സ്ഥാനാന്തരം ഇല്ല. ബലം പ്രയോഗിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ എന്തില്ല, സ്ഥാനാന്തരം ഇല്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടില്ല, വർക്ക് ചെയ്തിട്ടില്ല. വർക്ക് നമുക്ക് 0 ആണെന്ന് പറയാം, നമ്മൾ പ്രവൃത്തി ചെയ്തിട്ടില്ല. ഓക്കെ, കാരണം എന്താ, നമ്മൾ ബലം പ്രയോഗിക്കുന്നുണ്ടെങ്കിലും അവിടെ എന്തുണ്ടാവുന്നില്ല, സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നില്ല. വർക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഒരു വസ്തുവിന്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, ബലം പ്രയോഗിക്കുമ്പോൾ ബലത്തിന്റെ ദിശയിൽ, ഫോഴ്സിന്റെ ഡയറക്ഷനിൽ എന്തുണ്ടാവണം, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം. സ്ഥാനാന്തരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, പ്രവൃത്തി ചെയ്തതായിട്ട് പരിഗണിക്കുള്ളൂ, വർക്ക് ഈസ് ഡൺ എന്ന് പറയുള്ളൂ. അപ്പം ഒന്നാമത്തെ സിറ്റുവേഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു, പക്ഷെ അവിടെ എന്തില്ല, സ്ഥാനാന്തരം ഇല്ല. അപ്പോൾ വർക്ക് എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. ഇനി രണ്ടാമത്തെ സിറ്റുവേഷനിൽ നമ്മൾ ബുക്കിന് മുകളിൽ ബലം പ്രയോഗിക്കുമ്പോൾ ബുക്ക് മുകളിലേക്ക് ഉയരുന്നുണ്ട്. ഇപ്പോൾ ബലം പ്രയോഗിക്കുന്നുണ്ട്, അവിടെ എന്തും ഉണ്ടാവുന്നുണ്ട്, സ്ഥാനാന്തരം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ വർക്ക് ഈസ് ഡൺ, അവിടെ വർക്ക് നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി മൂന്നാമത്തേൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ബലം പ്രയോഗിക്കുന്നുണ്ട്, അവിടെ എന്തുണ്ടാവുന്നുണ്ട്, സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു, വർക്ക് ചെയ്തു, പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കാം. ഇനി നാലാമത്തേൽ ബലം പ്രയോഗിക്കുന്നുണ്ട്, സാധനം കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ബലം പ്രയോഗിക്കുന്നുണ്ട്, പക്ഷെ അവിടെ എന്തില്ല, സ്ഥാനാന്തരം ഇല്ല. അപ്പോൾ വർക്ക് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ഓക്കെ, വർക്ക് 0 ആയിട്ട് മാറി. അപ്പോൾ ഈ 4 കേസിൽ രണ്ടാമത്തിലും മൂന്നാമത്തിലും, അതായത് ബുക്ക് മുകളിലോട്ട് ഉയർത്തുന്ന സമയത്തും കാറ് തള്ളുന്ന സമയത്തും മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, വർക്ക് ചെയ്തതായിട്ട് കണക്കാക്കുള്ളൂ, പ്രവൃത്തി ചെയ്തതായിട്ട് നമ്മൾ കണക്കാക്കുന്നുള്ളൂ. ഫസ്റ്റ് കേസിലും നാലാമത്തെ കേസിലും, ഫസ്റ്റ് കേസ് എന്തായിരുന്നു, ചുമര് തള്ളുന്നു. നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു സാധനം കയ്യിൽ പിടിച്ചു നിൽക്കുന്നു. ഈ 2 കേസിലും വർക്ക് എന്താണ്, 0 ആണ്.
പ്രവൃത്തി പൂജ്യമായിട്ടാണ് കണക്കാക്കുക. അതിനുള്ള കാരണം ബലം പ്രയോഗിക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുന്നില്ല, സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പം എന്ത് പറയാം, പ്രവൃത്തി വർക്ക് എന്ന് പറയുന്നത് പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ മുകളിൽ ബലം പ്രയോഗിക്കുന്ന സമയത്ത് ബലത്തിന്റെ ദിശയിൽ, ഓർക്കണം, ബലത്തിന്റെ ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്രവൃത്തി, വർക്ക് എന്ന് പറയാം. The displacement in the direction of force, that is work is done. ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, വർക്ക് ചെയ്തതായിട്ട് പറയാം. ഇപ്പൊ പ്രവൃത്തി വർക്കിനെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് ഫോഴ്സ്, വർക്കിനെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് ഫോഴ്സ്, ബലം. രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം. ഈ രണ്ട് ഘടകങ്ങളാണ് എന്തിനെ സ്വാധീനിക്കുന്നത്, പ്രവൃത്തിയെ സ്വാധീനിക്കാം. വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ഫോഴ്സും രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെന്റും, സ്ഥാനാന്തരവും അതേപോലെ ബലവും. ബലം കൂടുന്ന സമയത്തും അതേപോലെ സ്ഥാനാന്തരം കൂടുന്ന സമയത്തും അവിടെ എന്ത് കൂടും, വർക്ക്, പ്രവൃത്തി എന്താണ്, കൂടും. ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുക, അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് ഇൻക്രീസ് ചെയ്യുക. ബലം കൂടുന്ന സമയത്തും സ്ഥാനാന്തരം കൂടുന്ന സമയത്തും പ്രവൃത്തി, വർക്ക് കൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വർക്ക് കണ്ടുപിടിക്കാനുള്ള സമവാക്യം, ഇക്വേഷൻ എന്തായിരിക്കും? വർക്കിനെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ, ഒന്ന് ഫോഴ്സും രണ്ടാമത്തെ എന്താണ്, സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റും ആണെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. പ്രവൃത്തി എന്ന് പറയുന്നത് പ്രവൃത്തി സമം ബലം ഗുണിക്കണം സ്ഥാനാന്തരം. ഇതാണ് പ്രവൃത്തി കാണാനുള്ള സമവാക്യം. ബലം ഗുണിക്കണം സ്ഥാനാന്തരം. ഇങ്ങനെ എഴുതാം. പ്രവൃത്തി വർക്ക് നമുക്ക് W എന്ന് പറയുന്ന ലെറ്റർ കൊടുക്കാം. W is equal to ഫോഴ്സിന് F എന്ന് പറയുന്ന ലെറ്റർ കൊടുക്കാം. F ഇൻറ്റു സ്ഥാനാന്തരം S. W is equal to F ഇൻറ്റു S. ഇതാണ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, വർക്ക് എന്ന് പറയുന്നത് ബലത്തിന്റെ ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, വർക്ക്, പ്രവൃത്തി എന്ന് പറയും. വർക്കിനെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണുള്ളത്, ഒന്ന് ബലവും സ്ഥാനാന്തരവും. വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്, ഒന്ന് ഫോഴ്സും രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെന്റും. ഇനി ബലം എന്ന് പറയുന്നത് ഇനി വർക്ക് എന്ന് പറയുന്നത് ബലത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും ഗുണനഫലമാണ്. വർക്ക് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പം പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താ? പ്രവൃത്തി സമം ബലം ഗുണിക്കണം സ്ഥാനാന്തരം. W is equal to F into S. അപ്പോൾ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് W is equal to F into S എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് വർക്ക് 0 ഇട്ട് മാറാനുള്ള കണ്ടീഷൻസ് ആണ്. വർക്ക് ഇസ് ഈക്വൽ ടു F ഇൻറ്റു S ആണ്. ബലവും സ്ഥാനാന്തരവും തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് കിട്ടും, പ്രവൃത്തി കിട്ടും. ഇനി വർക്ക് 0 ആയിട്ട് മാറാനുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണ് നമ്മൾ പറയുന്നത്? പ്രവൃത്തി 0 ആയിട്ട് മാറാനുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് അതിലൊന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. ഒരു ബലം പ്രയോഗിച്ചിട്ടും സ്ഥാനാന്തരം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രവൃത്തി 0 ആയിട്ട് മാറി എന്ന് പറയാം. അപ്പൊ സ്ഥാനാന്തരം 0 ആയാൽ വസ്തുവിന്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടും ഡിസ്പ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ, ബലം പ്രയോഗിച്ചിട്ടും സ്ഥാനാന്തരം ഇല്ലെങ്കിൽ പ്രവൃത്തി, വർക്ക് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ സ്ഥാനാന്തരം 0 ആയാൽ വർക്ക് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ചുമര് തള്ളുന്നു, അതേപോലെ ഒരു സാധനം കയ്യിൽ പിടിച്ചു നിൽക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ബലം പ്രയോഗിക്കുന്നുണ്ട്, പക്ഷെ അവിടെ എന്തുണ്ടാവുന്നില്ല? സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നില്ല. ഇപ്പൊ ബലം പ്രയോഗിച്ചിട്ടും സ്ഥാനാന്തരം ഇല്ലെങ്കിൽ പ്രവൃത്തി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ,
ഇനി രണ്ടാമത്തെ നമ്മൾ പറയുന്നത്, ഒരാൾ തലയിലൊരു സാധനവും വെച്ച് ഹൊറിസോണലായിട്ട് നടക്കുകയാണ്, തിരശ്ചീനമായിട്ട് നടക്കുകയാണ്. തലയിൽ ലോഡുണ്ട്, അയാൾ നടക്കുന്നത് ഹൊറിസോണലായിട്ടാണ്, തിരശ്ചീനമായിട്ടാണ്. അപ്പം തലയിൽ ലോഡ് ഉണ്ടാകുന്ന സമയത്ത് അയാളൊരു ബലം പ്രയോഗിക്കുന്നുണ്ട്. അയാൾ പ്രയോഗിക്കുന്ന ബലം ഏത് ദിശയിലായിരിക്കും? നേരെ മുകളിലോട്ടായിരിക്കും. ഓക്കെ, തലയിൽ ലോഡ് വെക്കുന്ന സമയത്ത് അയാളൊരു ബലം കൊടുക്കണം. അയാൾ പ്രയോഗിക്കുന്ന ബലം എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇനി അയാൾക്ക് സ്ഥാനാന്തരം ഉണ്ടാകുന്നുണ്ട്. സ്ഥാനാന്തരം അയാൾ ഹൊറിസോണലായിട്ടാണ് നടക്കുന്നത്, തിരശ്ചീനമായിട്ട് നടക്കുകയാണ്. ഇതാണ് സ്ഥാനാന്തരത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ വർക്ക് 0 കണക്കാക്കുക. എന്നുള്ള കാരണം ഇവിടെ ബലവും സ്ഥാനാന്തരവും വരുന്നത് ലംബമായിട്ടാണ്, 90 ഡിഗ്രി. ബലവും സ്ഥാനാന്തരം, ഫോഴ്സ് ആൻഡ് ഡയറക്ഷൻ ആർ നോർമൽ ടു ഈച്ച് അതർ. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്, ലംബമായിട്ടാണ് വരുന്നത്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ലംബമായിട്ട് വന്നാലും പ്രവൃത്തി എന്തായിട്ട് മാറും? 0 മാറും. ഇതിനുള്ള കാരണം ഇത് രണ്ടും ലംബമായിട്ട് വരുന്ന സമയത്ത് ഫോഴ്സും സ്ഥാനാന്തരവും, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ലംബമായി വരുന്ന സമയത്ത് ബലത്തിന്റെ ദിശയിൽ എന്തുണ്ടാവുന്നില്ല? സ്ഥാനാന്തരം ഉണ്ടാവുന്നില്ല. നമ്മൾ വർക്ക് എന്ന് പറയുന്നത് ബലത്തിന്റെ ദിശയിൽ എന്തുണ്ടാവണം? സ്ഥാനാന്തരം ഉണ്ടാവണം. ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ? വർക്ക് എന്ന് പറയുള്ളൂ. പക്ഷെ ഈ കേസിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആയി വരുന്ന സമയത്ത്, ബലവും സ്ഥാനാന്തരവും പരസ്പരം ലംബമായി വരുന്ന സമയത്ത് ബലത്തിന്റെ ദിശയിൽ എന്തുണ്ടാവുന്നില്ല? സ്ഥാനാന്തരം ഉണ്ടാവുന്നില്ല. ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നില്ല. ആ സമയത്ത് നമ്മൾ എന്ത് പറയും? വർക്ക് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയും. ഓക്കെ, അപ്പം ഇതൊരു എക്സാമ്പിളാണ്. തലയിൽ ലോഡും വെച്ചിട്ട് അയാൾ ഹൊറിസോണലായിട്ട് തിരശ്ചീനമായി നടക്കുന്ന സമയത്ത് ബലവും സ്ഥാനാന്തരവും പരസ്പരം ലംബമായിട്ട് വരും, പെർപെൻഡിക്കുലർ ആവും. പെർപെൻഡിക്കുലർ ആയി വരുന്ന സമയത്ത് ബലത്തിന്റെ ദിശയിൽ എന്തുണ്ടാവില്ല? സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവില്ല. അപ്പോൾ വർക്ക് എന്തായിട്ട് മാറും? 0, 0 ആയിട്ട് മാറും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ. ഇപ്പം നമ്മൾ ഒരു ബെഞ്ച് എന്താണ് ഒരു തറയിലൂടെ, ഫ്ലോറിലൂടെ നീക്കി കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, ഹൊറിസോണലായി ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ഇനി ആ ബെഞ്ചിന്റെ മുകളിൽ ഗുരുത്വാകർഷണ ബലമുണ്ട് നേരെ താഴോട്ട്. അപ്പോൾ ബെഞ്ച് നീക്കി കൊണ്ടുപോകുന്ന സമയത്ത്, സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക്, ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് താഴോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് ഹൊറിസോണലായിട്ട് വരും. ഇപ്പോൾ രണ്ടും പരസ്പരം ലംബമായിട്ട് വന്നു. പരസ്പരം ലംബമായിട്ട് വന്നാൽ ബലത്തിന് ദിശയിൽ എന്തുണ്ടാവില്ല? സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവില്ല. പ്രവൃത്തി എന്തായിട്ട് മാറും? 0 മാറും. ഓക്കെ, ദെൻ വേറെ എക്സാമ്പിൾ. നമ്മളൊരു കല്ല് നൂലിൽ കെട്ടി കറക്കുകയാണ്. കറക്കുന്ന സമയത്ത് ഇവിടെ ഒരു അഭികേന്ദ്ര ബലമുണ്ട്. ആ അഭികേന്ദ്ര ബലം ചെയ്യുന്ന പ്രവൃത്തി എന്തായിട്ട് മാറും? 0 മാറുന്നുണ്ട്. ഓക്കെ, കാരണം പരസ്പരം ലംബമായിട്ടാണ് വരിക. ബലവും സ്ഥാനാന്തരവും പരസ്പരം ലംബമായിട്ട് വന്നാൽ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആയിട്ട് വന്നാൽ വർക്ക് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇനി നമുക്ക് വർക്കിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രവൃത്തിയെ 2 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. പോസിറ്റീവ് വർക്കും ഉണ്ട്, അതേപോലെ നെഗറ്റീവ് വർക്കും ഉണ്ട്. വർക്ക് 2 രീതിയിലുണ്ട്, പോസിറ്റീവ് വർക്ക് ആൻഡ് നെഗറ്റീവ് വർക്ക്. പോസിറ്റീവ് പ്രവൃത്തിയുണ്ട്, നെഗറ്റീവ് പ്രവൃത്തിയുണ്ട്. ഓരോന്നും എന്താണെന്ന് നോക്കാം. പോസിറ്റീവ് വർക്ക് ആൻഡ് നെഗറ്റീവ് വർക്ക്, പോസിറ്റീവ് പ്രവൃത്തിയും നെഗറ്റീവ് പ്രവൃത്തിയും. ഓക്കെ, നോക്കൂ. ഫസ്റ്റ് നമ്മൾ പറയുന്നത് പോസിറ്റീവ് വർക്ക് എന്താണെന്നാണ്. പോസിറ്റീവ് വർക്ക്, ഞാനെൻ്റെ വസ്തുവിൻ്റെ മുകളിൽ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ആ ബലം പ്രയോഗിക്കുന്ന സമയത്ത് ഈ വസ്തുവിനോട് എന്തുണ്ടാവുന്നുണ്ട്? സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ബലം കൊടുത്ത അതേ ദിശയിലാണ് എന്തുണ്ടാവുന്നത്? സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനിലാണ്. ബലം കൊടുത്ത അതേ ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാവുകയാണെങ്കിൽ, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് വർക്ക് എന്ന് പറയാം. പ്രവൃത്തി എന്ന് പറയുന്നത് പോസിറ്റീവാണ്.
ബലവും സ്ഥാനാന്തരവും ഒരേ ദിശയിലാണെങ്കിൽ, ബലത്തിന്റെ അതേ ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാവുകയാണെങ്കിൽ വർക്ക് എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. ദ വർക്ക് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ സെയിം ഡയറക്ഷൻ. ബലം കൊടുത്ത അതേ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടാവുകയാണെങ്കിൽ, നമ്മൾ എങ്ങോട്ടാണോ ബലം കൊടുക്കുന്നത് അതേ ദിശയിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ വർക്ക് എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. വർക്ക് ഈസ് പോസിറ്റീവ്. ഫോർ എക്സാമ്പിൾ, ഞാൻ സാധനം മുകളിലേക്ക് ഉയർത്തുകയാണ്. മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ബലം മുകളിലോട്ടാണ്, വസ്തു ഉയരുന്നത് അങ്ങോട്ടാണ്? മുകളിലേക്ക്. സ്ഥാനാന്തരം മുകളിലേക്കാണ്. അപ്പോൾ ബലവും സ്ഥാനാന്തരവും മുകളിലേക്കാണ്. രണ്ടും സെയിം ഡയറക്ഷനാണ്, ഒരേ ദിശയിലാണ്. നമുക്ക് എന്ത് പറയാം? വർക്ക് ഈസ് പോസിറ്റീവ് എന്ന് പറയാം. പോസിറ്റീവ് വർക്ക് ചെയ്തതായിട്ട് കണക്കാക്കാം. ഓക്കെ. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് വർക്ക് എന്ന് പറയാം. ഓക്കെ. ഇപ്പോൾ ഒരു സാധനം മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ബലം മുകളിലേക്കാണ്, സ്ഥാനാന്തരം മുകളിലേക്കാണെങ്കിൽ ആ വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി അടുത്ത് പറയുന്നത് നെഗറ്റീവ് വർക്കാണ്. പ്രവൃത്തി എപ്പോഴാണ് നെഗറ്റീവായിട്ട് മാറാന്ന്? ഇപ്പം ഞാനൊരു വസ്തുവിനെ ചലിപ്പിക്കുകയാണ്, ഒരു ഫോഴ്സ് കൊടുത്ത് ചലിപ്പിക്കുകയാണ്. അപ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു ഘർഷണ ബലം ഉണ്ടാവും, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയും. ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ്. നമുക്കറിയാം, ഒരു വസ്തു ചലിക്കുകയോ ചലിക്കാൻ തുടങ്ങുന്ന സമയത്തോ അവിടെ അനുഭവപ്പെടുന്ന ബലമാണെന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ്. അതായത് ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ പ്രതലത്തിലൂടെ, സർഫസിലൂടെ ഒന്നും ചലിക്കുകയോ ചലിക്കാൻ തുടങ്ങുകയോ ചെയ്യുന്ന സമയത്ത് ചലനത്തിന് എതിരായിട്ട്, മോഷന് ഓപ്പോസിറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന, അനുഭവപ്പെടുന്ന ബലമാണെന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ്, ഘർഷണബലം എന്ന് പറയും. ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇപ്പം നമ്മളൊരു ബലം കൊടുത്തു, സ്ഥാനാന്തരം ഉണ്ടായി. പക്ഷേ ഈ വസ്തു എങ്ങോട്ടാണോ ചലിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്തുണ്ടാവുക? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. ഓപ്പോസിറ്റ് ടു റിലേറ്റീവ് മോഷൻ. വസ്തുവിൻ്റെ ചലനത്തിന് ഓപ്പോസിറ്റ് ആയിട്ട്, വസ്തു എങ്ങോട്ടാണോ ചലിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്തനുഭവപ്പെടുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ നോക്കൂ, വസ്തുവിൻ്റെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഫോർവേഡ് ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ട് അനുഭവപ്പെടുക? നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ ബലത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് സ്ഥാനാന്തരം ഉണ്ടാവുകയാണെങ്കിൽ, ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് സ്ഥാനാന്തരം ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? നെഗറ്റീവ് വർക്ക് എന്ന് പറയും. പ്രവൃത്തി നെഗറ്റീവാണ്. പോസിറ്റീവ് വർക്ക് ആണെങ്കിൽ, പ്രവൃത്തി പോസിറ്റീവ് ആവുകയാണെങ്കിൽ ബലത്തിൻ്റെ അതേ ദിശയിൽ എന്തുണ്ടാവണം? സ്ഥാനാന്തരം ഉണ്ടാവണം. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷൻ ആവണം. നെഗറ്റീവ് വർക്കാണ് ആവുന്നതെങ്കിൽ ബലത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്ഥാനാന്തരം ഉണ്ടാവുന്നതെങ്കിൽ, ബലം പ്രയോഗിക്കുന്ന സമയത്ത് അതിന് വിപരീതമായിട്ടാണ് സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നതെങ്കിൽ വർക്ക് എന്ത് പറയാം? നെഗറ്റീവ് എന്ന് പറയാം. നമുക്ക് ഈ ഉദാഹരണം ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്യാം. ഞാനൊരു വസ്തുവിനെ തള്ളുകയാണ്. വസ്തുവിനെ പുഷ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ബലം പ്രയോഗിക്കണം, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. വസ്തുവിനോട് എന്തുണ്ടായി? സ്ഥാനാന്തരം ഉണ്ടായി. അപ്പം ഞാൻ എങ്ങോട്ടാണോ ബലം പ്രയോഗിക്കുന്നത് അതിന് സെയിം ഡയറക്ഷനിൽ, അതേ ദിശയിലാണ് വസ്തുവിന് എന്തുണ്ടായത്? സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്. ഞാൻ പ്രയോഗിക്കുന്ന ബലത്തിന് അതേ ദിശയിൽ സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്ത പ്രവൃത്തി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. ഞാൻ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇതിനുള്ള കാരണം ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ സെയിം ഡയറക്ഷനിലാണ് എന്തുണ്ടായത്? പ്രവൃത്തി, വർക്ക് ഉണ്ടായത്. പ്രവൃത്തി എന്ന് പറയും ഞാൻ ചെയ്ത ഫോഴ്സിന്റെ സെയിം ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം ഉണ്ടായത്. ഓക്കെ. അപ്പോൾ ആരാണോ ബലം പ്രയോഗിക്കുന്നത് അയാളാണ് പ്രവൃത്തി ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഞാൻ ഒരു ബലം പ്രയോഗിച്ചു വസ്തുവിൻ്റെ മുകളിൽ. അപ്പോൾ ആ വസ്തുവിനോട് എന്തുണ്ടായി? സ്ഥാനാന്തരം ഉണ്ടായി. ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലാണ് എന്തുണ്ടായത്? ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം ഉണ്ടായത്. ഇപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും, ബലവും സ്ഥാനാന്തരവും ഒരേ ദിശയിലാണെങ്കിൽ ആ വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് വർക്കായിരിക്കും. പ്രവൃത്തി എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഓക്കെ. ഇനി നമ്മൾ രണ്ടാമത്തെ പറയണം. ഈ വസ്തു ചലിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇവിടെ എന്ത് അനുഭവപ്പെടുന്നു പറഞ്ഞു? ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നു പറഞ്ഞു. ഒരു വസ്തു ചലിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടും. ഇപ്പം രണ്ടാമത്തെ ഒന്ന് ഞാൻ പ്രയോഗിച്ച ബലമാണ്. ഇപ്പം ഞാൻ ഒരു ബലം പ്രയോഗിച്ചു, അതിൻ്റെ അതേ ദിശയിൽ സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഇപ്പം ഞാൻ ചെയ്ത വർക്ക് എന്താണ്? പോസിറ്റീവ് വർക്ക്.
ഈ മറ്റൊരു ബലം കൂടി ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയാം, ഘർഷണ ബലം. അതെങ്ങനെയായിരിക്കും? വസ്തുവിൻ്റെ ചലനത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. വസ്തു മുന്നോട്ട് പോവുകയാണെങ്കിൽ പിറകോട്ടായിരിക്കും എന്ത് അനുഭവപ്പെടുക? ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടുക. അങ്ങനെയാണെങ്കിൽ ഘർഷണ ബലം ചെയ്ത പ്രവൃത്തി വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം വസ്തു ചലിക്കുന്നത് മുന്നോട്ടാണ്, ഫോർവേഡ് ഡയറക്ഷനിലാണ്. ഘർഷണബലം അനുഭവപ്പെടുന്നതോ നേരെ ബാക്ക്വേർഡ് ആയിട്ടാണ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ അവിടെ ഘർഷണബലവും ആ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, വിപരീത ദിശയിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഘർഷണബലം ചെയ്ത പ്രവൃത്തി വർക്ക് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. ഞാൻ ചെയ്ത വർക്ക് പോസിറ്റീവും, ഘർഷണബലം ചെയ്ത വർക്ക് എന്താണ്? നെഗറ്റീവാണ്. ഒന്നും കൂടി പറയാം. പോസിറ്റീവ് വർക്കാണെങ്കിൽ ബലത്തിൻ്റെ അതേ ദിശയിൽ എന്തുണ്ടാവുക? സ്ഥാനാന്തരം ഉണ്ടാവുക. ബലവും സ്ഥാനാന്തരവും ഒരേ ദിശയിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് വർക്ക് എന്ന് പറയാം. ദ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ സെയിം ഡയറക്ഷൻ. ഇനി നെഗറ്റീവ് വർക്ക് ആണെങ്കിൽ ബലവും സ്ഥാനാന്തരവും വിപരീത ദിശയിലാണെങ്കിൽ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? വർക്ക് ഈസ് നെഗറ്റീവ് എന്ന് പറയാം. പ്രവൃത്തി നെഗറ്റീവ് ആയിരിക്കും. ഇത് ഓർക്കുക, ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി എല്ലാ സമയത്തും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി എല്ലായ്പ്പോഴും എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്കൊക്കെ എന്താണ്? നെഗറ്റീവാണ്. കാരണം ഘർഷണബലം അനുഭവപ്പെടുക ചലനത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അനുഭവപ്പെടുക. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എല്ലായ്പ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് വർക്കാണ് വരിക. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഞാനൊരു സാധനം മുകളിലേക്ക് ഉയർത്തുകയാണ്, മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ബലം മുകളിലേക്ക്, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്താണ്? മുകളിലേക്കാണ്. രണ്ടും മുകളിലേക്കാണ് അനുഭവപ്പെടുന്നത്. ഇനി ഇതേ വസ്തുവിന് മുകളിൽ വേറൊരു ബലം കൂടി അനുഭവപ്പെടുന്നുണ്ട്. അതേതാണ്? ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നതാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടാണ് അനുഭവപ്പെടുക? താഴോട്ട്. ഇനി രണ്ട് ബലങ്ങളാണ് അനുഭവപ്പെടുന്നത്. ഒന്ന് ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? താഴോട്ട്. രണ്ടാമത്തെ ബലം ഞാൻ കൊടുക്കുന്നതാണ്. അതെങ്ങോട്ടാണ്? അപ്വേർഡ്, മുകളിലോട്ടാണ് കൊടുക്കുന്നത്. ഇനി ഈ രണ്ട് ബലങ്ങളും ചെയ്ത പ്രവൃത്തി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. അതിൽ ഒന്നാമത്തത് ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? താഴോട്ടാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴോട്ടാണ്. പക്ഷെ വസ്തു പോകുന്നത് എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കും, ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? താഴോട്ടുമാണ്. അങ്ങനെയാണ് ഇവിടെ വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ടാണ് അവിടെ എന്തുണ്ടാകുന്നത്? സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ വർക്ക് എന്തായിട്ട് മാറി? നെഗറ്റീവായിട്ട് മാറി. ഇനി ഞാൻ ചെയ്ത വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. വസ്തു പോകുന്ന മുകളിലേക്ക്, ഞാൻ പ്രയോഗിക്കുന്ന ബലം എങ്ങോട്ടാണ്? മുകളിലേക്ക്. രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. മുകളിലേക്ക് ബലം കൊടുക്കുന്നു, വസ്തു മുകളിലേക്ക് ചലിക്കുന്നു. അപ്പോൾ അവിടെ ഞാൻ ചെയ്ത വർക്ക് പോസിറ്റീവ് ആയിരിക്കും. ഗുരുത്വാകർഷണ ബലം ചെയ്ത വർക്ക് എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. ഇനി വസ്തു താഴോട്ട് വീണ് പോവുകയാണെങ്കിലോ? ഗുരുത്വാകർഷണ ബലം താഴോട്ട്, വസ്തുവിൻ്റെ സ്ഥാനാന്തരം എന്താണ്? താഴോട്ടാണ്. അപ്പോൾ ആ സമയത്ത് പോസിറ്റീവായിട്ട് മാറും. ഓക്കെ, ഓക്കെ, നമ്മൾ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ പഠിച്ചു. W=F×S, ബലം ഇൻറ്റു സ്ഥാനാന്തരം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ഒരു സമവാക്യം കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു വസ്തു ചെയ്യുന്ന പ്രവൃത്തി ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ടാണെങ്കിൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ, m കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ നമ്മൾ ഒരു h ഉയരത്തിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, h ഹൈറ്റിലേക്ക് എന്താണ്? ലിഫ്റ്റ് ചെയ്യാണ്. വസ്തുവിൻ്റെ മാസ് m കിലോഗ്രാം ആണ്. അതിനുണ്ടാകുന്ന സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? h ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്ന വർക്ക്, പ്രവൃത്തി എന്ന് പറയുന്നത് ആർക്കെതിരായിട്ടാണ്? ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ടാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്.
കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് താഴോട്ടാണ്, ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. നമ്മൾ പ്രയോഗിക്കുന്ന ബലം എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? മുകളിലോട്ടുമാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ടാണ് പ്രവർത്തി ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രവർത്തി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് mgh ആണ്. mgh. m എന്ന് പറയുന്നത് മാസ് ഓഫ് ഒബ്ജക്റ്റ്, വസ്തുവിൻ്റെ മാസ്സാണ്. g നമുക്കറിയാം ഭൂഗുരുത്വാകർഷണ ത്വരണം, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. h എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, ഉയരം. അപ്പം W = mgh. ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുക ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ട് പ്രവർത്തി ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് W = mgh. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം ഈ ഇക്വേഷൻ വെച്ചിട്ട്. ഒരു വസ്തുവിൻ്റെ മുകളിൽ ഒരു 50 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. 50 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം ആ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എന്ന് പറയുന്നത് 2 മീറ്ററാണ്. ഓക്കെ, ഒരു വസ്തുവിൻ്റെ മുകളിൽ 50 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ ബലത്തിൻ്റെ ദിശയിൽ 2 മീറ്റർ എന്തുണ്ടായി? സ്ഥാനാന്തരം ഉണ്ടായി. ഇങ്ങനെയാണ് ഈ വർക്ക് എന്തായിരിക്കും? അപ്പോൾ അവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും നമുക്കറിയാം. ഞാൻ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ W = F × S. ബലത്തിൻ്റെ യൂണിറ്റ് 50 ആണ്. 50 ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഇവിടെ ബലം എന്ന് പറയുന്നത് 50 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് സ്ഥാനാന്തരം എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അപ്പോൾ 50 × 2 100. ഇനി നമുക്ക് വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. പ്രവർത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്, ക്യാപിറ്റൽ J. സിമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ J. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത പ്രവർത്തി എന്ന് പറയുന്നത് 100 ജൂളാണ്. 100 ജൂൾ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത് 5 കിലോഗ്രാം. ഈ 5 കിലോഗ്രാം മാസുള്ള വസ്തുവിനെ 10 മീറ്റർ ഹൈറ്റിലേക്ക് നമ്മൾ ഉയർത്തുകയാണ്. അപ്പോൾ h ഉയരെന്ന് പറയുന്നത് എത്രയാണ്? 10 മീറ്റർ. 5 കിലോഗ്രാം മാസുള്ള വസ്തുവിനെ 10 മീറ്റർ ഉയരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത പ്രവൃത്തി എത്രയായിരിക്കുന്നു? ഇപ്പോൾ ഇവിടെ ഈ 5 കിലോഗ്രാം മാസുള്ള വസ്തുവിനെ 10 മീറ്റർ ഉയരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആർക്കെതിരായിട്ടുള്ള പ്രവൃത്തിയാണ്? ഗുരുത്വാകർഷണ ബലത്തിനെതിരായിട്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ വർക്ക് കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ ചെയ്തെടുക്കണം. W = mgh. ജീൻ്റെ വാല്യൂ 9.8 ആണ്. നമുക്ക് ജീൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 10 ആയിട്ട് എടുക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 ആണ് എടുക്കാൻ പറയുന്നത്, 10 എടുക്കുക കേട്ടോ. G = 10 m/s². 9.8 ആണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ G = 10 m/s² എന്ന് തരും. അപ്പം W = mgh. മാസ് എന്ന് പറയുന്നത് 5, ജീൻ്റെ വാല്യൂ നമ്മൾ 10 ആയിട്ട് എടുത്തു. ഹൈറ്റ് എന്ന് പറയുന്നത് 10 ആണ്. 5 × 10 15, 50 × 10 500 ജൂൾ. 500 ജൂള് പ്രവർത്തി വർക്ക് ചെയ്യണം. ഓക്കെ.